ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായം വളരെ വ്യത്യസ്തമായിട്ടൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ സാധാരണ വീടിൽ വാസ്തുപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കും. എന്താണ് നിങ്ങൾ കണ്ടെത്തിയ വാസ്തു പ്രശ്നം? അപ്പം ഇല്ല, ഭയങ്കര നെഗറ്റീവാണ്, എല്ലാ കാര്യങ്ങളും വളരെ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് എന്താണ് ദോഷമെന്നറിയില്ല, വന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വന്ന് നോക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ കൺസൾട്ടൻസിയൊക്കെ പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒരു ടൈമിംഗ് ഒക്കെ, പ്രത്യേകിച്ച് ത്രൂ ഔട്ട് കേരള ഒക്കെ ചെയ്യുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയും പോകുന്നുണ്ട്. അപ്പം ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചാർട്ട് ചെയ്യുന്ന ദിവസങ്ങളും ഒക്കെ ചിലപ്പോൾ നീണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളുമായി ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തൽക്കാലം റിലാക്സേഷന് വേണ്ടിയിട്ട് അവരോട് ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, വാസ്തുപരമായിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്. അത് ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ ഉപ്പ് ശുദ്ധീകരണത്തിനെ പറ്റി സംസാരിച്ചു. അതായത് ഉപ്പ് പല സ്ഥലങ്ങളിലായിട്ട് വിതറി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ഉപ്പിനെ തൂത്ത് വൃത്തിയാക്കി പുറത്ത് കളയുന്ന ഒരു പ്രക്രിയ. ഒരു കാരണവശാലും നമ്മൾ ഈ തറയിലിടുന്ന ഉപ്പിനെ ചവിട്ടി മറികടന്ന് പോകാൻ പാടില്ല. പക്ഷെ പല കോർണറുകളിലും നമ്മൾ ഉപ്പിട്ടിട്ട് ഉപ്പിനെ ഒരു 5-6 മണിക്കൂറിന് ശേഷം ഉപ്പിനെ നമ്മൾ തൂത്ത് പ്രത്യേകം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊണ്ട് കഴുകി കളയുന്ന ഒരു പ്രക്രിയ, ഒരു ശുദ്ധീകരണ പ്രക്രിയയെപ്പറ്റി നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ചിലർ ചെയ്തിട്ട് നല്ല റിസൾട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് വീട്ടിൽ ചിരിക്ക് പ്രാധാന്യം കൊടുക്കുക, ഒരുപാട് ചിരിക്കുക വീട്ടിൽ. അപ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പ്രശ്നങ്ങളിൽ കരഞ്ഞിരിഞ്ഞ് നടക്കുന്നവർക്ക് ഒരുപാട് വിഷയങ്ങൾ കാണും, ചിരിയൊന്നും വരില്ലായിരിക്കും. പക്ഷേ എന്നാലും ആർട്ടിഫിഷ്യലായിട്ടെങ്കിലും ചിരി ഉണ്ടാക്കുക, ചിരി സൃഷ്ടിക്കുക വീട്ടിലേക്ക്, നല്ല രീതിയിൽ ചിരിക്കുക. പിന്നെ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പ്രാർത്ഥന റെഗുലറായിട്ട് വീട്ടിൽ പ്രാർത്ഥന കൊണ്ടുവരിക. അതുപോലെ വാസ്തുദീപം കത്തിക്കുക എന്ന് പറയും. വാസ്തുദീപം ഇഴിഞ്ഞിൽ പോലുള്ള ഒരു വിളക്കിനെ നമ്മൾ ഒരു വാസ്തുദീപമായി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരും. പിന്നെ ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം അത് സ്വീകരിച്ച് അത് കോൺസ്റ്റൻ്റായിട്ട് വീട്ടിൽ ചാൻഡ് ചെയ്യുക, റെക്കോർഡ് പ്ലേ ചെയ്യുകയോ ചെയ്തിട്ട് കോൺസ്റ്റൻ്റായിട്ട് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം പോസിറ്റിവിറ്റികളിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ പോലും ആ പോസിറ്റിവിറ്റി നമ്മുടെ പല നെഗറ്റിവിറ്റികളെയും മാറ്റിമറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിന് എന്തെങ്കിലും വാസ്തു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും വീട്ടിനെയും പഴിചാരി ഇരിക്കുന്നതിനേക്കാൾ ഇത്തരം കാര്യങ്ങളിലൂടെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ എത്തുന്നവരെ നന്ദി, നമസ്കാരം.